എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഡേറ്റ്സും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ്. നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. പിന്നെ നമ്മളിത് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഈന്തപ്പഴമാണ് കുരു കളഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ വേണമെങ്കിൽ ഈന്തപ്പഴം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഈ അരച്ച് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ഇതൊന്ന് തന്നെ ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാറി നിന്ന് ഒഴിക്കണേ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ദേഹത്തേക്കൊക്കെ തെറിക്കും. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കട്ടയൊക്കെ ഉണ്ടോ നോക്കുക. കട്ടയില്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറട്ടെ. പിന്നെ ഞാനിവിടെ ഒരു 1/3 കപ്പോളം കാഷ്നട്ടും ബദാമും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തത് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കറുവപ്പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ജാതിക്കാപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ജാതിക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. ജാതിക്കാപ്പൊടി മാത്രമാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 2 3 തവണയൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 2 തവണയാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രഷ് കൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. താഴെയും സൈഡിലെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പകരം A4 ഷീറ്റ് വെച്ച് കൊടുത്താലും മതിയാവും. പിന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഞാനിവിടെ ഗോതമ്പ് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി ഒന്ന് സൈഡിലും താഴേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ബാക്കിയുള്ളതൊന്ന് കൊട്ടിക്കളയണം കേട്ടോ. പിന്നെ നമ്മുടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈന്തപ്പഴം നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു ബൗളിലേക്ക് ഇനി ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണ്. പൊടിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചസാരയെല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് കളറ് മാറുന്നിടം വരെയാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നിടം വരെയാണ് ഒന്ന് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അങ്ങ് കട്ട കെട്ടും. പിന്നെ നമ്മൾ കട്ടയൊക്കെ പോകാനായിട്ട് ഒത്തിരി നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓയിൽ നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ മുന്നേ ഒന്ന് ചേർത്ത് കൊടുക്കണേ, പൊടി ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വേറെയും കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണം. ബനാന കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുക്കറിലല്ലെങ്കിൽ നിങ്ങൾക്കിത് പാനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ചെരുവത്തിലൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് മുന്നേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് മൂടി വെക്കേണ്ടത്. ഞാൻ വാഷർ ഊരി വെച്ചിട്ടില്ല, വിസിൽ വെച്ചിട്ടുമില്ല. അങ്ങനെയാണ് നമ്മൾ കുക്കർ അടച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ കുക്കർ അതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കുക. കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരു 1 മണിക്കൂറും 20 മിനിറ്റും എടുത്തതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇറുക്കിലിയോ ടൂത്ത്പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മളിത് കുക്കറിൽ നിന്നൊന്ന് എടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് തണുത്തതിന് ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് കത്തികൊണ്ട് വിടിയിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുക്കറിൽ കേക്ക് വെച്ചതിന് ശേഷം നമ്മളിത് ഇടയ്ക്കൊന്നും തുറന്നു നോക്കാൻ പാടില്ല കേട്ടോ. മിനിമം ഒരു 1 മണിക്കൂർ കഴിയാണ്ട് ഇത് തുറന്നു നോക്കരുത്. 1 മണിക്കൂറിന് ശേഷം നമുക്കത് തുറന്നൊക്കെ നോക്കാവുന്നതാണ് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ നടുഭാഗമൊക്കെ അങ്ങ് കുഴിഞ്ഞു പോകുവേ. അപ്പോൾ ഞാനിവിടെ കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടി ഇട്ടത് കൊണ്ടാണ് അടിയിൽ ഇച്ചിരി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.